പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്തേ, എൻ്റെ പേര് ദേവ്ലീന കൃഷ്ണ. ഞാൻ ഭരതനാട്യം ഡാൻസറാണ്. ഏഴ് വയസ്സിലാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. അമ്മയാണ് എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ ചേർത്തത്. എൻ്റെ ഫസ്റ്റ് ഗുരുയുടെ പേരാണ് രൂപ ആരാങ്കെ, ശ്രീമതി രൂപ ആരാങ്കെയാണ്. അവിടെ ഒരു 4 വർഷം സർട്ടിഫിക്കറ്റ് കോഴ്സിലൂടെയാണ് എക്സാമിനേഷൻ ചെയ്തുകൊണ്ടിരുന്നത്, നാലന്ദ യൂണിവേഴ്സിറ്റി ത്രൂ. അതിനുശേഷമാണ് 10th ഒരു കരിയർ എന്താണ്, പ്രൊഫഷൻ ഡാൻസിൽ തന്നെ എടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള കലാമണ്ഡലം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ശ്രീമതി കലാമണ്ഡലം ശോഭ ടീച്ചറുടെ അണ്ടറിലാണ് ഞാൻ പഠിച്ചത്. കുറച്ച് നാൾ ശേഷം അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് ധരണി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ട്രസ്റ്റ് ശ്രീമതി ശ്യാമള സുരേന്ദ്രനായിരുന്നു ഗുരു. അവിടെ നിന്ന് ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുറച്ച് കഥകളിയും തുടങ്ങിയായിരുന്നു. അവിടെ നിന്നാണ് ഡാൻസിൻ്റെ ഓരോ ഡീപ്പായിട്ടുള്ള പഠിക്കാനുള്ള അവസരം കിട്ടിയത്. അതിനുശേഷം ആൻറ്റി തന്നെ നമുക്ക് പെർമിഷൻ തന്നു ക്ലാസ്സസ് എടുക്കാൻ. അപ്പോൾ അതിൽ നിരവധി പിള്ളേരെ പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. അതിനുശേഷം ശ്രീമതി ബീന കണ്ണനെ പഠിപ്പിക്കാനുള്ളൊരു അവസരം ശ്യാമള ആൻറ്റി തന്നു, അരങ്ങേറ്റ സമയത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതിനുശേഷമാണ് ഞാൻ വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് എത്തി എൻ്റെ ഓൺ ഡാൻസ് സ്കൂൾ ഞാൻ തുടങ്ങിയത്. അവിടെ വെച്ച് തന്നെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. കാരണം മഹാരാഷ്ട്രയിൽ തന്നെ നേരത്തെ എനിക്ക് കോമ്പറ്റീഷൻസ് ലെവലിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു വിക്രം ഇസ്പാത്ത് കമ്പനി, ആദിത്യ ബിർല ഗ്രൂപ്പിന് വേണ്ടി. അപ്പോൾ ഗണപതി ഉത്സവമൊക്കെ വരുമ്പോഴേക്കും ഞാനാണ് അവിടുത്തെ ഇനോഗ്രേഷൻ ഡാൻസ് ചെയ്യണത്. സോ അങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ മഹാരാഷ്ട്രയിൽ അറിയും എന്നെ. സോ അങ്ങനെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയപ്പോഴേക്കും റെസ്പോൺസ് നല്ലതായിരുന്നു. ക്രേസ് ചെറുപ്പം തൊട്ട് തന്നെ ശോഭന മാമിൻ്റെ ഡാൻസൊക്കെ കണ്ട് മണിച്ചിത്രത്താഴ് മൂവി ശേഷമാണ് കൂടുതലും ഒരു ഡാൻസിൻ്റെ കൂടുതലും ഇഷ്ടം തോന്നിയത് അവിടെ നിന്നാണ്. പിന്നെ നിരവധി ഡാൻസ് പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ തന്നെ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്ങനെയാണ് അമ്മ എന്നെ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തത്. വീട്ടുകാരുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. അച്ഛനും അമ്മക്കും വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണിത്.
അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണത്, ഇപ്പോഴും പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കണത്. ഡെലിവറി ശേഷവും ഇപ്പോൾ ഒരു ടീച്ചറെ അടുത്ത്, ശ്രീമതി വിജയലക്ഷ്മി ടീച്ചറെ അടുത്ത് പഠിക്കണുണ്ട്. അപ്പോൾ വളരെ നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ആണെങ്കിലും കൃഷ്ണ വളരെ സപ്പോർട്ടീവാണ്. മറക്കാവുന്നത് ഉണ്ട്. ശ്രീമതി രാജശ്രീജി ബിർള അവരുടെ മുമ്പിൽ 2 പ്രാവശ്യം പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അവരുടെ അപ്രിസിയേഷനും കിട്ടി. അത് വളരെ ഒരു മെമ്മറബിൾ ഇവൻ്റ് ആയിരുന്നു. പുരസ്കാരം ഞാൻ കോമ്പറ്റീഷൻസ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് എപ്പോഴും എല്ലാ വർഷവും ഒരു കോമ്പറ്റീഷൻസ് ഉണ്ടാവും ഞങ്ങളുടെ മഹാരാഷ്ട്ര ഡിസ്ട്രിക്ട് സൈഡിൽ. അപ്പം വളരെ വളരെ ഏതിലും കോമ്പറ്റീഷൻസ് ഉണ്ടായാൽ അവിടെ ഞാൻ ഫസ്റ്റ് വരുമായിരുന്നു. കോറിയോഗ്രാഫ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണത്. പ്രത്യേകിച്ച് എൻ്റെ ഈ ഡാൻസ് ഭരതനാട്യത്തിൽ തന്നെ എനിക്ക് ക്രിയേറ്റീവായിട്ടൊരു ഐറ്റം കോറിയോഗ്രാഫ് ചെയ്യണമെന്നുണ്ട്. ഭരതനാട്യം ഫസ്റ്റ് ഞാൻ സിനിമാറ്റിക് ഈ ബോളിവുഡ് സോങ്സ് ഒക്കെയാണ് ചെറുപ്പത്തിൽ കളിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം എനിക്ക് ചെറുപ്പം അമ്മയാണ് ഡാൻസിലായിട്ട് ചേർത്തത്. അപ്പോൾ ഫസ്റ്റ് പുള്ളിക്കാലത്ത് ചേർത്തത് ഒരു ഭരതനാട്യം ക്ലാസ്സിൽ തന്നെ. അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് ചേർന്നു. മറ്റേ ഗ്രേസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ബേസിക്കായിട്ട് ഒരു ഫിസിക്കൽ ലെവലിൽ വളരെ ബെനിഫിറ്റ് ചെയ്യണ ഒരു ആർട്ട് ഫോമും കൂടി. എല്ലാ ക്ലാസിക്കൽസും ഫിസിക്കൽ ലെവലിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഭരതനാട്യം എനിക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ശോഭന മാമിൻ്റെ ആ ഡാൻസ് എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉറൈ വന്ന് പാത്തായാൽ. സോ അത് ആ ഒരു സോങ് ഞാൻ കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ വന്നത് ഭരതനാട്യത്തിനോട് ഇത് കാരണമാണ്.
ഡാൻസിൻ്റെ സ്കൂൾ തുടങ്ങണമെന്നുണ്ട്. അപ്പം അതിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയും കഥക് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ടൈം മാനേജ്മെൻ്റ് ആണ്. ഇപ്പം തന്നെ ഈ പ്രോഗ്രാം ഇതിൽ വന്നതുകൊണ്ട് ഫാമിലി സപ്പോർട്ടാണ്. സോ അത് പകുതി ഒരു ആശ്വാസം ഉണ്ട് എനിക്ക്. ഫാമിലീന് എൻ്റെ മദർ ഇൻ ലോവും വളരെ സപ്പോർട്ടീവാണ്, ഹസ്ബൻഡ് ആണെങ്കിലും വളരെ വളരെ സപ്പോർട്ടീവാണ്. മെസ്സേജ്, ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കുക. ബിക്കോസ് അത് എപ്പോഴും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് തരും, ഒരു സ്പിരിച്വൽ ലെവലിലാണെങ്കിലും. ബിക്കോസ് ഇതൊരു ഡിവൈൻ ആർട്ടാണ്. സോ മേക്ക് എ ക്ലാസിക്കൽ ആർട്ട് ഫോം പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. എൻ്റെ അച്ഛൻ പരമേശ്വരൻ, അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇൻ 2015 ഹി പാസ്ഡ് അവേ. അമ്മ സലീല പരമേശ്വരൻ, ബ്രദർ ഉണ്ട് മിഥുൻ പരമേശ്വരൻ, ഇപ്പോൾ US സെറ്റിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൃഷ്ണരാജ്, ഈസ് കൺസ്ട്രക്ഷൻ മാനേജർ. ആദിത്യ മോനുണ്ട്, 8 മാസമേ ആയിട്ടുള്ളൂ. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും, ഇവിടെ സെറ്റിൽ ചെയ്തപ്പോഴേക്കും ശ്രീമതി സുശീല പൈ, മുദ്ര സെൻറ്റർ ഫോർ ആർട്ട് മാനേജിങ് ഡയറക്ടറാണ്. അവിടെ എനിക്ക് വീണ്ടും ടീച്ചിങ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. പ്ലസ് അവിടെ നിരവധി കോറിയോഗ്രാഫ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. കസ്റ്റംസ് എംപ്ലോയീസിന് വേണ്ടി കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്കൂൾസിനും സുശീലേച്ചി എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നു അവിടെ കോറിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നിരവധി മുദ്ര ത്രൂ ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. മുദ്ര ആനുവൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ JT പാക്ക് ചോയ്സ് തൃപ്പൂണിത്തുറ, അതൊരു പ്രസ്റ്റീജിയസ് സ്റ്റേജാണ്. ഇമിനൻറ്റ് ടോപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് അവിടെ പെർഫോം ചെയ്യാറുണ്ട്. സോ അവിടെ പെർഫോം ചെയ്യാൻ കിട്ടിയത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു.